എത്ര രൂപ പിരിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാമോ? അത് മനസ്സിലായല്ലോ ശ്രീ രാജു പി നായർ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വീട്ടിൽ ചെന്ന് CPM കേരളത്തിലെ മുഴുവൻ വീടുകളിലും ചെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്ത് ആ ദുരന്തത്തിന്റെ ഏറ്റവും വിഷമിക്കുന്ന ആ ഘട്ടം വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാനാണ് പറഞ്ഞത്. കൂലിപ്പണിയെടുത്ത് ശരിയാണല്ലോ. CPM ഇപ്പോഴത്തെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഇനി ഇപ്പോൾ നികേഷ് കുമാർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലാത്ത ഒരു റിലീസിനെ കുറിച്ച് പറയാം. August 1, 2020 fund is being set up by the CPM Central Committee Office, AK Gopalan Bhavan, New Delhi, 110. Central Committee appeals all to generously donate to this fund. Bank details: account name Communist Party of India, Marxist. Account number 076210043283. Bank Punjab and Singh Bank. Branch Bhai Veer Singh Sahitya Sadan, New Delhi. ഈ അക്കൗണ്ടിൽ എത്ര രൂപ നൽകും? എത്ര രൂപ? ശവം തൂക്കികളെ എത്ര രൂപ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. കേട്ടോ, CPM-ന്റെ പൈസ എവിടെയായിരുന്നല്ലോ രാജു പി നായർ മാധുവിന്റെ ചർച്ചയിൽ ചോദിച്ചത്. CPM പിരിച്ച തുക 92 ലക്ഷം രൂപ 21/3/2025. ആ ഡേറ്റ് ഇത് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ രാജു പി നായർക്ക് കൂടി വേണ്ടിയാണ്. 21/3/2025 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി AKG ഭവൻ ന്യൂഡൽഹി 92 lakh rupees കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CMDRF-ന്റെ നമ്പർ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബി നമ്പർ C33233346 എന്ന നമ്പറിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 21/3/2025 92 ലക്ഷം രൂപ CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി നേരത്തെ മാധു പറഞ്ഞ അക്കൗണ്ടിലൂടെ പിരിച്ച പണം അടച്ചിട്ടുണ്ട്. ഇനി ചോദ്യം, കോൺഗ്രസ് പിരിച്ച പണം എത്ര, അതിൽ എത്ര ബാക്കി, ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ് പറയേണ്ടി വരും. തീർച്ചയായും പറയേണ്ടി വരും. കാരണം യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക എവിടെയാണ്, കോൺഗ്രസ് പണിയും എന്ന് പറഞ്ഞ വീട് എവിടെയാണ് എന്ന ചോദ്യം നിരന്തരം ഉന്നയിക്കുന്ന സമയത്താണ് കുറച്ചു മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് വലിയ തോതിലുള്ള ഒരു ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ആ സൈറ്റിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് കാണിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ ഒരു പിരിവുമായി ബന്ധപ്പെട്ട ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചർച്ചയിലുണ്ടായിരുന്ന CPM-ന്റെ പ്രതിനിധിക്കും അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സമയമാണ് അദ്ദേഹം ചോദിച്ചത്. അത് രഹസ്യമായി വെച്ചൊരു അക്കൗണ്ടേ ആയിരുന്നില്ല, അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നതാണ്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CPM ഇങ്ങനെ വയനാട് റിലീഫ് ഫണ്ടിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ പണം സമാഹരിക്കുന്നുണ്ട് എന്നുള്ളത്. ആ സമാഹരിച്ച പണം 92 ലക്ഷം രൂപ അടച്ചു. അത് പൂർത്തിയായിട്ടില്ല, ഇനിയും പണം വരും, ഇനിയും അടയ്ക്കും. സംസ്ഥാന യൂണിറ്റ് 25 ലക്ഷം രൂപ അതല്ലാതെ അടച്ചു. തമിഴ്നാട് 10 ലക്ഷം വേറെയും അടച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് രാജു പി നായർ ആർക്കും അറിയുന്നില്ല എന്ന രീതിയിൽ അവതരിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും ഇപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതുവരെ അതിലൊരു വിവരം ഉണ്ടായിരുന്നില്ല. സുനിൽ സാർ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ല. ഡോക്ടർ അനുപ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എപ്പോഴാണ് വിവരങ്ങൾ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധിക്ക്, CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധിക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ വിവരം എന്ന നിലയ്ക്ക് അറിയിക്കായിരുന്നില്ല. നമ്മളിൽ പലർക്കും അതൊരു പുതിയ വിവരമായിരുന്നു. അതിലിപ്പോൾ ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി CPM അത് വിശദീകരിക്കുന്നുണ്ട്. ട്രാൻസ്ഫറിന്റെ വലിയ ആരോപണമായിരുന്നു. മാത്രമല്ല എം സ്വരാജ് വിളിച്ച ശവം തൂക്കി എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുമുണ്ടായിരുന്നു. നോക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല. ലിങ്കിലേക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ. ഞാൻ പറഞ്ഞ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഒരു സെക്കൻഡ് സ്വാഭാവികമായും അവരുടെ സ്വന്തം മനസ്സിൽ അങ്ങനെയാണല്ലോ, ഇതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പിരിച്ച പണം മുഴുവൻ മുക്കിയ ആൾക്കാർക്ക് എല്ലാവരും അങ്ങനെ മുക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസ് പിരിച്ച, സംഘടനാപരമായി പിരിച്ച തുകയുടെ കണക്ക് ഇതുവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നിരിക്കെയാണ് കോൺഗ്രസ് CPM-നെതിരെ ഇത്രയും രൂക്ഷമായൊരു ആരോപണം ഉന്നയിക്കുകയും അത് നിമിഷങ്ങൾക്ക് അതിന് ഒഫീഷ്യലായി ട്രാൻസ്ഫറിന്റെ ഈ നമ്പർ അടക്കം CPM-ന് വിശദീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്നത് പ്രധാനമാണ്. ഈ നിലയ്ക്കാണെങ്കിൽ സംവാദം വേണമോ എന്നുള്ളത് ആലോചിക്കാവുന്നതാണ്. 22 മാർച്ച് 2025 92 ലക്ഷവും അത് കഴിഞ്ഞു വന്ന പണം 99,000 ഉള്ളൂ. അത് 6 മെയ് 2025
ബാക്കിയും കൂടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ 2 മാസം ഇടവിട്ട് വരുന്ന പൈസ 2 ട്രാൻസ്ഫർ ഉണ്ടാവുകയും ചെയ്തു. അത് ഇനിയും വരും, ഇനിയും പിരിക്കും എന്നുള്ളതാണ് CPM ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ നൽകിയ ഒരു സന്ദേശവും. ശരി, അപ്പം ഈ സംവാദത്തിനൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഈ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ